തെരഞ്ഞെടുപ്പിന് ഇനി 9 ദിവസമാണ് അവശേഷിക്കുന്നത്. ഈ ശബ്ദം അങ്ങ് ഇല്ലാതാക്കിയാൽ അയാ അപ്പോൾ ഇനി 9 ദിവസമാണ് തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഇന്നേക്ക് 10ാമത്തെ ദിവസം വോട്ടെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത്. 13 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മണ്ഡലങ്ങളിൽ ഇന്ന ശബ്ദമില്ല. ഇങ്ങനെ കാഴ്ചക്ക് വെച്ചതാണ്. എല്ലാവരുടെയും ഞാൻ വന്നിരുന്നാലാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വാർത്തയായി. 13 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ട്. അങ്ങനെയൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഇത്തവണ LDF മികച്ച വിജയം നേടുമെന്നുള്ളതാണ്. 2019 ഉണ്ടായതിൻ്റെ നേർവിപരീതമായ ഫലം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്കോ അവഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടും. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. രാജ്യത്തെ വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജനപക്ഷ ഭരണത്തിലേക്ക് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ഇനമാണ്.